നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഡാനിഷ് തലസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടങ്ങളിൽ ഒന്നായ ഓപ്പൺഹേഗനിലെ ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചൊവ്വാഴ്ച തീപിടുത്തമുണ്ടായി. കെട്ടിടത്തിന് വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 2009 ശേഷമുള്ളവർ സിഗരറ്റ് ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന പുതിയ നീക്കത്തെ പിന്തുണച്ച് എംപിമാർ. UK പ്രധാനമന്ത്രി ഋഷി സുനക് മുൻകൈയെടുത്ത ഈ നീക്കത്തിൽ മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ നിരവധി ടോറി നേതാക്കളുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. 20 വർഷത്തോളം സിംഗപ്പൂർ ഭരിച്ച പ്രധാനമന്ത്രി ലീ സിയാൻ ലൂങ് രാജി പ്രഖ്യാപിച്ചു. മെയ് 15-ന് സ്ഥാനമൊഴിയും എന്നാണ് പ്രഖ്യാപനം. ഷോപ്പിംഗ് മാളിൽ 6 പേരെ കുത്തിക്കൊന്ന അക്രമിയെ സധൈര്യം നേരിട്ട വിദേശിക്ക് ഓസ്ട്രേലിയൻ പൗരത്വം വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ഫ്രഞ്ച് പൗരനായ ഡാമിയൻ ഗുയറയ്ക്കാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പൗരത്വം വാഗ്ദാനം ചെയ്തത്. ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ തയ്യാറെടുത്ത അമേരിക്ക. ഉപരോധങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയെ ഇത് സാരമായി ബാധിച്ചേക്കും. ഹോർമോസ് കടലിടുക്കിൽ നിന്നും ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് എന്ന ചരക്ക് കപ്പലിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ തടഞ്ഞുവെച്ചിട്ടില്ല എന്ന ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി ഇറാജ് എലാഹി. നിലവിൽ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമായി തുടരുകയാണ്. വോട്ടിംഗ് മെഷീന്റെ വിശ്വസ്തത ചോദ്യം ചെയ്തുള്ള വാദങ്ങൾ ഖണ്ഡിച്ച് സുപ്രീം കോടതി. ബുധനാഴ്ച സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദിബാങ്കർ ദത്തയും അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കനത്ത മഴ മൂലം കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ദുബായിലെ ടെർമിനലുകളിലുണ്ടായ സാങ്കേതിക പ്രശ്നം മൂലമാണ് സർവീസുകൾ നിർത്തിവെച്ചത്. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഓയൂർ ഓട്ടുമലയിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 3-ാം പ്രതി പി അനുപമ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. തനിക്ക് പഠനം പൂർത്തിയാക്കണമെന്നും അതിനായി ജാമ്യം അനുവദിച്ചു തരണം എന്നുമാണ് അനുപമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിയ രാജസ്ഥാൻ റോയൽസ്. നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ വിജയലക്ഷ്യം കണ്ടത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.